Hi students, welcome back to Jija's Biology class. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്, ദാറ്റ് ഈസ് റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജീൻ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ സിന്തസിസ് ആണ്. ദ അൾട്ടിമേറ്റ് ജീൻ എക്സ്പ്രഷൻ ഈസ് പ്രോട്ടീൻ സിന്തസിസ്. ഈ പ്രോട്ടീൻ സിന്തസിസിനെ എങ്ങനെ റെഗുലേറ്റ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ കൺട്രോൾ ചെയ്യാം, നമ്മളുടെ സെല്ലിന്റെ ആവശ്യാനുസരണം കൂട്ടാനും കുറയ്ക്കാനും കഴിയുമോ, അതിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ജീൻ റെഗുലേഷൻ എക്സ്പ്രഷൻ പ്രോകാരിയോട്സിലും യൂകാരിയോട്സിലും ഡിഫറെന്റ് ആയിട്ടുള്ള രീതികളിലാണ്. യൂകാരിയോട്സിൽ നമുക്ക് ജീൻ റെഗുലേഷൻ ഒരു മൾട്ടിപ്പിൾ ലെവൽസ് ആയിട്ടാണ് നടക്കുന്നത്. നമുക്കറിയാം, പ്രോട്ടീൻ സിന്തസിസ് നടക്കണമെങ്കിൽ ആദ്യം തന്നെ DNA-യിൽ നിന്നും RNA ഉണ്ടാകണം. ട്രാൻസ്ക്രിപ്ഷൻ വഴിയാണ് RNA ഉണ്ടാകുന്നത്. പിന്നീട് RNA ആണ് പ്രോട്ടീൻ ആയിട്ട് മാറുന്നത്. അത് ട്രാൻസ്ലേഷൻ വഴിയാണ്. സോ യൂകാരിയോട്സിന്റെ കേസിൽ എങ്ങനെയെല്ലാമാണ് ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. സോ ഇൻ ദ കേസ് ഓഫ് യൂകാരിയോട്സ്, ദിസ് ജീൻ റെഗുലേഷൻ take place at multiple levels. The first level, first stage, അതായത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ, DNA-യിൽ നിന്നും RNA ഉണ്ടാവണം അല്ലെ, അതായത് ട്രാൻസ്ക്രിപ്ഷൻ നടക്കണമെന്ന് പറഞ്ഞല്ലോ. ഈ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്ന സ്റ്റേജിൽ നമുക്ക് ജീൻ റെഗുലേഷൻ നടത്താം. അതായത് ഡ്യൂറിംഗ് ദി ട്രാൻസ്ക്രിപ്ഷൻ ലെവൽ, ട്രാൻസ്ക്രിപ്ഷൻ നടക്കുമ്പോൾ നമുക്കറിയാം പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് ഉണ്ടാകും. എന്താണ് പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ്? HNRNA, അതായത് ഹെട്രോന്യൂക്ലിയർ RNA, അതാണ് പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഈ ഹെട്രോന്യൂക്ലിയർ RNA ആണ് പിന്നീട് കുറച്ച് പ്രോസസ്സിംഗ് ഒക്കെ നടന്നു കഴിഞ്ഞാൽ mRNA ആയിട്ട് മാറുന്നത്. അപ്പൊ ഡ്യൂറിംഗ് ദി ഫോർമേഷൻ ഓഫ് പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ്, ഡ്യൂറിംഗ് ഫോർമേഷൻ ഓഫ് പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് ഓർ HNRNA, പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് ഓർ HNRNA, ഈ സ്റ്റേജിൽ നമുക്ക് ജീൻ എക്സ്പ്രഷനെ റെഗുലേറ്റ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ സ്റ്റേജ് ആണ് പ്രോസസ്സിംഗ് ലെവൽ. പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്കറിയാം, നമ്മുടെ പ്രീകേഴ്സർ RNA അല്ലെങ്കിൽ പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് കംപ്ലീറ്റ് എക്സോൺസുകൾ മാത്രമുള്ള RNA ആണോ? എക്സോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോട്ടീൻ കോഡിംഗ് റീജിയൻസിനെയാണ് നമ്മൾ എക്സോൺ എന്ന് പറയുന്നത്. പ്രോട്ടീനെ കോഡ് ചെയ്യാൻ കഴിയാത്ത റീജിയൻസിനെ നമ്മൾ ഇൻട്രോൺസ് എന്ന് പറയും. സോ ഒരു പ്രീകേഴ്സർ RNA എന്ന് പറഞ്ഞാൽ എക്സോൺസും ഇൻട്രോൺസുകളും ഉള്ള ഒരു സീക്വൻസ് ആയിരിക്കും. എക്സോൺസുകളും ഇൻട്രോൺസുകളും ചേർന്ന സീക്വൻസുകളായിരിക്കും RNA, പ്രീകേഴ്സർ RNA കാണാം. നമുക്ക് ഈ ഇൻട്രോൺസ് ആവശ്യമില്ല. ഈ ആവശ്യമില്ലാത്ത ഇൻട്രോൺ റീജിയനെ കട്ട് ചെയ്ത് എക്സോൺസുകളെ തമ്മിൽ ജോയിൻ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് സ്പ്ലൈസിംഗ് എന്ന് പറയും. സോ പ്രോസസ്സിംഗ് ലെവൽ ആക്ച്വലി സ്പ്ലൈസിംഗ് ആണ്. മേജർ പ്രോസസ്സിംഗ് ലെവൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് സ്പ്ലൈസിംഗിലാണ്. സോ സ്പ്ലൈസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോട്ടീൻ കോഡിംഗ് റീജിയൻസ് ആയ എക്സോണുകൾ മാത്രമാക്കി നോൺ പ്രോട്ടീൻ കോഡിംഗ് റീജിയൻസ് ആയ, പ്രോട്ടീനെ കോഡ് ചെയ്യാൻ കഴിയാത്ത ഇൻട്രോൺസുകളെ കട്ട് ചെയ്ത് മാറ്റി എക്സോൺസുകളെ മാത്രം ജോയിൻ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് സ്പ്ലൈസിംഗ്. ഈ സ്പ്ലൈസിംഗ് ലെവലിലും നമുക്ക് റെഗുലേഷൻ നടത്താം. മൂന്നാമത്തെ സ്റ്റേജ് ആണ് ഡ്യൂറിംഗ് ദി ട്രാൻസ്പോർട്ട് ഓഫ് RNAs ഫ്രം ന്യൂക്ലിയസ് ടു സൈറ്റോപ്ലാസം. ഡ്യൂറിംഗ് ദി ട്രാൻസ്പോർട്ട് of RNA from nucleus to cytoplasm. From nucleus to cytoplasm. നമുക്കറിയാം, പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത് റൈബോസോംസിലാണ്. ന്യൂക്ലിയസിൽ ഉണ്ടാകുന്ന RNA നമുക്ക് റൈബോസോംസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണം. അപ്പൊ ആ ഒരു ട്രാൻസ്പോർട്ടിംഗ് സ്റ്റേജിലും നമുക്ക് റെഗുലേഷൻ നടത്താം. ഇനി ലാസ്റ്റ് സ്റ്റേജ് ആണ് ട്രാൻസ്ലേഷൻ സ്റ്റേജ്. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, RNAയിലുള്ള ഇൻഫർമേഷൻസിനെ ആ പ്രോട്ടീൻ ആക്കി മാറ്റുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ട്രാൻസ്ലേഷൻ.
ട്രാൻസ്ലേഷനിൽ തന്നെ ഒരുപാട് സബ് സ്റ്റേജുകൾ ഉണ്ട് അല്ലെ. ആദ്യം തന്നെ mRNA റൈബോസോമൽ സ്മോൾ സബ് യൂണിറ്റ് റെക്കഗ്നൈസ് ചെയ്യണം. പിന്നെ റൈബോസോമൽ ലാർജ് സബ് യൂണിറ്റ് അതുമായിട്ട് അസംബിൾ ചെയ്യണം. അതുപോലെ തന്നെ ആക്ടിവേഷൻ ഓഫ് അമിനോ ആസിഡ്സ് നടത്തണം, ചാർജിങ് ഓഫ് tRNA നടക്കണം. അങ്ങനെ ഒരുപാട് പ്രോസസ്സുകളുണ്ട്. ഈ പ്രോസസ്സുകളിൽ ഏതെങ്കിലും ഒരു പ്രോസസ്സ്, ഏത് പ്രോസസ്സിലാണെങ്കിലും ഏത് ലെവൽസിലാണെങ്കിലും നമുക്ക് റെഗുലേറ്റ് ചെയ്യാം. സോ ഇതെല്ലാം യൂക്കാരിയോട്സിൽ നടക്കും. അപ്പൊ യൂക്കാരിയോട്സിൽ റെഗുലേഷൻ നടക്കണമെങ്കിൽ മൾട്ടിപ്പിൾ ലെവൽസിലാണ് നടക്കുന്നത്. ആദ്യം തന്നെ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റേജിൽ നടക്കാം, പിന്നീട് സ്പ്ലൈസിംഗ് നടക്കുമ്പോൾ നടക്കാം, അതുപോലെ ഡ്യൂറിംഗ് ദി ട്രാൻസ്പോർട്ട് ഓഫ് RNA ഫ്രം ന്യൂക്ലിയസ് ടു സൈറ്റോപ്ലാസത്തിൽ നടക്കാം, ദെൻ ട്രാൻസ്ലേഷൻ സ്റ്റേജിലും നടക്കാം. പക്ഷേ പ്രോക്യാരിയോട്സിനാണെങ്കിലോ, പ്രോക്യാരിയോട്സിന് ഈ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും എല്ലാം കപ്പിളായിട്ട് സൈമിൾട്ടേനിയസ് ആയിട്ട് നടക്കുന്ന ഈവന്റ്സ് ആണ്. അതുകൊണ്ട് സാധാരണ രീതിയിൽ പ്രോക്യാരിയോട്സിൽ ജീൻ റെഗുലേഷൻ നടക്കണമെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റേജിലാണ് നടക്കുന്നത്. സോ ഇൻ ദ കേസ് ഓഫ് പ്രോക്യാരിയോട്സ് gene regulation occur at the transcription stage. ഇനി പ്രോക്യാരിയോട്സിന്റെ ജീൻ റെഗുലേഷൻ എങ്ങനെയാണത് നടത്തുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് പ്രോക്യാരിയോട്സിന്റെ ക്രോമസോമിന്റെ സെഗ്മെന്റ്സ് ഒന്ന് വായിച്ചു നോക്കാം. നമുക്കറിയാം ഈ പ്രോക്യാരിയോട്സിന്റെ ക്രോമസോമിൽ സ്ട്രക്ചറൽ ജീൻസ് കാണാം അല്ലെ. സ്ട്രക്ചറൽ ജീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രക്ചറൽ ജീൻ, വാട്ട് ഈസ് മീൻ ബൈ സ്ട്രക്ചറൽ ജീൻസ്? RNA ആയിട്ട് ട്രാൻസ്ക്രൈബ് ചെയ്യപ്പെടാൻ കഴിയുന്ന ജീൻ സീക്വൻസുകളെ പറയുന്ന പേരാണ് സ്ട്രക്ചറൽ ജീൻസ്. ഈ സ്ട്രക്ചറൽ ജീനിന്റെ അപ്സ്ട്രീം ആയിട്ട് നമുക്ക് കാണാവുന്ന ഒരു ജീൻ സെഗ്മെന്റ് ആണ് പ്രൊമോട്ടർ ജീൻ അല്ലെ. ഈ പ്രൊമോട്ടർ ജീനിന്റെ ഫംഗ്ഷൻ എന്തായിരുന്നു? പ്രൊമോട്ടർ ജീൻ എന്ന് പറയുന്ന ജീൻ സീക്വൻസിലാണ് RNA പോളിമറേസ് എന്ന എൻസൈം വന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നതും അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്ത് ബൈൻഡഡ് ആകുന്നതും ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നതും ആയിട്ടുള്ള ജീൻ സെഗ്മെന്റ് ആണ് പ്രൊമോട്ടർ ജീൻ. സോ ഏത് സ്ട്രക്ചറൽ ജീൻ ആണെങ്കിലും അതിന്റെ അപ്സ്ട്രീം ആയിട്ട് ഒരു പ്രൊമോട്ടർ സീക്വൻസ് കാണണം, എങ്കിൽ മാത്രമേ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുള്ളൂ. അപ്പൊ ഈ സ്ട്രക്ചറൽ ജീൻ അതുപോലെ തന്നെ പ്രൊമോട്ടർ ജീനും കാണപ്പെടാം. ഇത് കൂടാതെ പ്രോക്യാരിയോട്ടിക് ക്രോമസോംസിൽ നമുക്ക് വേറൊരു ജീൻ സെഗ്മെന്റിനെ കാണാൻ കഴിയും. അതിനെ പറയുന്ന പേരാണ് റെഗുലേറ്റർ ജീൻ എന്നാണ് പറയുന്നത്. ഈ റെഗുലേറ്റർ ജീൻ എന്നാൽ റെഗുലേറ്ററി പ്രോട്ടീൻസുകൾ അല്ലെങ്കിൽ ആക്സസറി പ്രോട്ടീൻസുകൾ ഉണ്ടാക്കുന്ന ജീൻ സീക്വൻസ് ആണ്. അതായത് regulatory sequence undergo transcription and produce RNA which later undergo translation and produce proteins. These proteins are called accessory proteins or regulatory proteins. പിന്നീട് ഈ regulatory proteins then interact with another gene segment which are called operator gene. So these regulatory proteins are actually produced by regulatory genes, and these regulatory proteins interact with another gene segment which is called operator gene. ഈ റെഗുലേറ്ററി പ്രോട്ടീൻസ് ഓപ്പറേറ്റർ ജീനുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴാണ് പ്രോക്യാരിയോട്സിൽ ജീൻ റെഗുലേഷൻ നടക്കുന്നത്. അതായത് പ്രോക്യാരിയോട്സിന്റെ ജീൻ റെഗുലേഷൻ ഈസ് ആക്ച്വലി കൺട്രോൾഡ് ബൈ ഓപ്പറേറ്റർ ജീൻ. So structural gene which is transcribing and producing into RNA which later translated into proteins. അതിന്റെ അപ്സ്ട്രീം ആയിട്ട് prokaryotes has a promoter gene sequence which is actually recognized by the RNA polymerase enzyme and transcription begins. പിന്നീട് regulatory gene which are transcribing into RNA, translated into proteins, and these regulatory proteins are interacting with operator gene. ഇത് കൂടാതെ നമ്മുടെ റെഗുലേറ്ററി ജീനിന് ഇനി വേറൊരു പ്രൊമോട്ടർ സീക്വൻസ് വേണോ അല്ലെ? ആൻഡ് ദിസ് റെഗുലേറ്ററി ജീനിനും നമുക്ക് ഇവിടെ ഒരു പ്രൊമോട്ടർ സീക്വൻസ് കാണും. ആൻഡ് ദിസ് പ്രൊമോട്ടർ ഈസ് ഓൾസോ റെക്കഗ്നൈസ്ഡ് ബൈ വൺ RNA polymerase enzyme. So P4 promoter
R for regulator gene, O for operator gene, and structural genes. ഈ റെഗുലേറ്ററി പ്രോട്ടീൻസുകൾക്ക് ആക്ടിവേറ്റ് ആക്കാനും അതുപോലെ തന്നെ ഇൻഹിബിറ്റർ ആയിട്ട് മാറ്റാനും ഇൻഹിബിറ്റർ ആയിട്ട് ആക്ട് ചെയ്യാനുമുള്ള കഴിവുണ്ട്. അതായത് റെഗുലേറ്ററി പ്രോട്ടീൻസ് മേ also act as the activators or act as the inhibitor. ഇത്രയുമാണ് പ്രോകാരിയോട്ടിക് ക്രോമസോംസിൽ കാണുന്ന ജീൻസ് സീക്വൻസസ് which are regulating the gene expression of prokaryotes. ഈ ജീൻ സീക്വൻസുകളെ നമ്മൾ ഒരുമിച്ച് പറയുന്ന പേരാണ് ഓപ്പറോൺ. സോ ഓപ്പറോൺസ് ആർ ദി ജീൻ സെഗ്മെന്റ്സ് which are present in the prokaryotic chromosome and regulating the gene expression of prokaryotes. ഇത് ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്ത സയന്റിസ്റ്റ് ആണ് ജേക്കബ് ആൻഡ് മൊണോഡ്. ജേക്കബ് ആൻഡ് മൊണോഡ് എന്ന സയന്റിസ്റ്റുകളാണ് ഓപ്പറോൺ കൺസെപ്റ്റിനെ പറ്റി ആദ്യമായി പ്രപ്പോസ് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് സംശയം തോന്നാം, യൂക്കാരിയോട്സിൽ ഈ ഓപ്പറോണുകളൊന്നും കാണുന്നില്ലേ, അല്ലെങ്കിൽ ഈ സ്ട്രക്ചറൽ ജീൻസ് മാത്രമേ ഉള്ളൂ, ഓപ്പറേറ്റർ ജീനോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലേ എന്ന് ചിലക്കെങ്കിലും സംശയം തോന്നാം. യൂക്കാരിയോട്സിലും ഇതെല്ലാം കാണാവുന്നതാണ്. പക്ഷെ നമുക്കറിയാം യൂക്കാരിയോട്ടിക് ക്രോമസോമും പ്രോകാരിയോട്ടിക് ക്രോമസോമും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അല്ലെ. ഈ യൂക്കാരിയോട്ടിക് ക്രോമസോംസ് എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് ജീൻസ് ആണ്. ജീൻസുകളെല്ലാം ഒരുമിച്ച്, കോഡിംഗ് റീജിയൻസ് എല്ലാം ഒരുമിച്ചല്ല കാണുക. അതിന് ഇന്ററപ്റ്റ് ചെയ്ത് ഒരുപാട് നോൺ കോഡിംഗ് റീജിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു ക്രോമസോമിന്റെ ഒരേ ഭാഗങ്ങളിലല്ല ഈ ജീൻസുകളെല്ലാം കാണപ്പെടുക. പക്ഷെ പ്രോകാരിയോട്സിന്റെ കേസിൽ അത് അങ്ങനെയല്ല, എല്ലാം ഒരു ക്രോമസോമിൽ ഒരുമിച്ചാണ് കാണപ്പെടുന്നത്. ഈ ഓപ്പറോണുകൾ രണ്ട് തരത്തിലാണ് കാണപ്പെടുന്നത്. ഫസ്റ്റ് ടൈപ്പ് ഈസ് ഇൻഡ്യൂസിബിൾ ഓപ്പറോൺ. So inducible operon is always in off condition ആണ്. അതായത് സാധാരണ രീതിയിൽ ജീൻ എക്സ്പ്രസ് ചെയ്ത പ്രോട്ടീൻസുകൾ ആകുന്നില്ല. And we can turn on if we need. നമ്മളുടെ സെല്ലിന് ആവശ്യമാണെങ്കിൽ we can turn on. ഇത്തരത്തിലുള്ള ഓപ്പറോണിനെ പറ്റി പറയുന്നതാണ് ഇൻഡ്യൂസിബിൾ ഓപ്പറോൺ. And lac operon is a type of inducible operon. നെക്സ്റ്റ് രണ്ടാമത്തെ ഓപ്പറോൺ ആണ് റെപ്രസിബിൾ അല്ലെങ്കിൽ സപ്രസിബിൾ ഓപ്പറോൺ. റെപ്രസിബിൾ ഓർ സപ്രസിബിൾ ഓപ്പറോൺ. യൂഷ്വലി ഇറ്റ് ഈസ് ഇൻ ഓൺ കണ്ടീഷൻ. യൂഷ്വലി വിച്ച് ഈസ് ഇൻ ഓൺ കണ്ടീഷൻ ആൻഡ് വി ക്യാൻ ടേൺ ഓഫ്. ടേൺ ഓഫ് അതായത് സാധാരണ രീതിയിൽ പ്രോട്ടീൻസ് എപ്പോഴും സിന്തസൈസ് ആയിക്കൊണ്ടേയിരിക്കും. നമുക്ക് ആവശ്യമില്ലെങ്കിൽ വി ക്യാൻ സ്വിച്ച് ഓഫ്. ഇത്രയുമാണ് ഓപ്പറോൺ കൺസെപ്റ്റിനെ പറ്റി പറയാനുള്ളത്. നെക്സ്റ്റ് വീഡിയോയിൽ ലാക് ഓപ്പറോണും ട്രിപ്റ്റോഫാൻ ഓപ്പറോണും കാണാം.